അരിക്ക സിറ്റിയിൽ വളർത്തുനായ്ക്കളെ അജ്ഞാതജീവി കൊലപ്പെടുത്തിയ മേഖലകളിൽ അടിയന്തരമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. വടാട്ടുപാറ അരിക്ക സിറ്റിയിൽ വളർത്തുനായ്ക്കളെ അജ്ഞാതജീവി കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ പ്രദേശത്ത് അടിയന്തരമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുവാൻ തീരുമാനം. വട്ടക്കുന്നേൽ വീട്ടിൽ കുഞ്ഞാപ്പുവിന്റെ വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന വളർത്തുനായയാണ് ഇന്നലെ രാത്രി അജ്ഞാതജീവി ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിൽ പ്രദേശത്ത് അടിയന്തരമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചു. തുടർന്ന് കൂടുവെക്കുന്നതിനുള്ള നടപടികളും ആവശ്യമെങ്കിൽ സ്വീകരിക്കും. ആന്റണി ജോൺ MLA പ്രദേശം സന്ദർശിച്ചു. MLAയോടൊപ്പം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷംസുദ്ദീൻ CS, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അനിൽ KG, അരവിന്ദ് KM, CPIM ലോക്കൽ സെക്രട്ടറി KM വിനോദ്, CPI ലോക്കൽ സെക്രട്ടറി PA അനസ്, എൽദോസ് പോൾ, ET മത്തായി, PB സന്തോഷ്, PK സുകുമാരൻ, വിഷ്ണു K, VP ശിവദാസ്, സുരേഷ് KK എന്നിവർ ഉണ്ടായിരുന്നു. വടാട്ടുപാറ അരീക്ക സിറ്റിയിലാണ് ഇവിടെ പ്രിയപ്പെട്ട വട്ടക്കുന്നേൽ കുഞ്ഞാപ്പുചേട്ടൻ്റെ ഇന്നലെ രാത്രി ഒരു വളർത്തുനായി ഇവിടെ കെട്ടിയിട്ടിരുന്ന വളർത്തുനായയാണ് അജ്ഞാതജീവി ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ കൂട്ടിൽ 3 നായ്ക്കളായിരുന്നു അടുത്തടുത്ത് ചങ്ങലയിൽ ബന്ധിച്ചിരുന്നത്. ഏതാണ്ട് 2 മണിയോട് കൂടിയിട്ടാണ് ചേട്ടൻ പറയുന്നത് പോലെ ശബ്ദം കേട്ട് ലൈറ്റ് ഓണാക്കിയതിനെ തുടർന്നാണ് അതിൽ ഒരു നായയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ നിലയിൽ കാണുകയുണ്ടായിട്ടുള്ളത്. വനംവകുപ്പിൻ്റെ ഒരു നിഗമനമനുസരിച്ച് പുലിയാകാനുള്ള ഒരു സാധ്യതയാണ് എന്നുള്ളതാണ് ഇതിൽ പ്രാഥമികമായി അറിയിച്ചിട്ടുള്ളത്. നേരത്തെയും 2 മാസക്കാലം മുൻപും തൊട്ടപ്പുറത്തും 2 വളർത്തുനായ്ക്കളെ അത് ആക്രമിച്ച് കൊലപ്പെടുത്തി കാടിനകത്തേക്ക് ഭക്ഷിക്കുന്നതിനായിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. വനംവകുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഈ പ്രദേശങ്ങളിൽ രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഉണ്ടാകും. അതിൻ്റെ തുടർച്ചയിൽ കൂടുതൽ നടപടികൾ വേണമെങ്കിൽ അതുകൂടി കൈക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ ശ്രദ്ധയിലും നമ്മൾ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. മന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും ഈ കാര്യങ്ങൾ പെടുത്തുകയുണ്ടായി. CCF DFOയും അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ആവശ്യമായ തുടർ നടപടികൾ സാഹചര്യത്തിൻ്റെ ഗൗരവം അനുസരിച്ചുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.